ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധവും ചികിത്സയും. ലോകമെമ്പാടുമുള്ള കുട്ടികളിലും കൗമാരക്കാർക്കുമിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷകാഹാര വൈകല്യമാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതഭാരം, അമിതവണ്ണം എന്ന് പറയുന്നത്. ഏകദേശം 43% ആളുകളും അമിതഭാരം ഉള്ളവരാണ്. ഇതിൽ 21 മുതൽ 24% വരെ കുട്ടികളും കൗമാരക്കാരും അമിതഭാരമുള്ളവരാണ്. അമിതവണ്ണത്തിന്റെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, ജനിതകശാസ്ത്രം, പരിസ്ഥിതി, ജീവിതശൈലി, ഹോർമോൺസ് തുടങ്ങിയ ഘടകങ്ങൾ അമിതവണ്ണത്തിന്റെ വികാസത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലൂടെയും വ്യായാമം ചെയ്യാതിരിക്കുന്നതിലൂടെയും ശരീരത്തിന് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ കാലോറി ഉപഭോഗം ചെയ്യുന്നത് കൊണ്ടുമാണ് കൂടുതലായും അമിതഭാരം ഉണ്ടാകുന്നത്. അമിതവണ്ണത്തിന്റെ ലക്ഷണങ്ങൾ ശ്വസന വൈകല്യങ്ങൾ, സ്ലീപ്പ് ആപ്നിയ, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, കുടൽ, കരൾ, സ്തനം, ഗർഭാശയ രോഗങ്ങൾ, പിത്തസഞ്ചി രോഗങ്ങൾ, വിഷാദ രോഗം, ഡിപ്രഷൻ, കൂടാതെ ഹൃദ്രോഗം, അന്നനാളം റിഫ്ലക്സ് രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, സ്ട്രോക്ക്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സന്ധി രോഗങ്ങൾ എന്നിങ്ങനെ ചിലതാണ്. കുട്ടിക്കാലത്തെ അമിതവണ്ണത്തിന്റെ കാരണങ്ങൾ തടിച്ച കുട്ടിയാണ് ഭംഗി അല്ലെങ്കിൽ കുട്ടികൾ തടിച്ചിരിക്കണം എന്ന ശുദ്ധമായ തെറ്റായ ചിന്താഗതിയാണ് ഇതിന്റെ മെയിൻ കാരണം. അമിതമായ ഭക്ഷണം ഉപഭോഗം ചെയ്യുക, കാലോറി കൂടിയ മധുരമുള്ള പാനീയങ്ങൾ, ബേക്കറി ഐറ്റംസ്, വ്യായാമം ചെയ്യാതിരിക്കുക, കൂടുതൽ സമയം മൊബൈൽ, TV എന്നിങ്ങനെയുള്ളതിന്റെ അമിതമായ ഉപയോഗം, ഇതുകൂടാതെ ജനിതക ഘടകങ്ങൾ എന്നിവയും അമിതവണ്ണത്തിന് കാരണമാകുന്നു. ആരോഗ്യമുള്ള കുട്ടിയേക്കാൾ അമിതഭാരമുള്ള കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ അമിതഭാരം ഉണ്ടാകാനും പൊണ്ണത്തടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ അസുഖങ്ങൾക്ക് പുറമെ ഇവർക്ക് പ്രീ ഡയബറ്റിസ്, അതായത് ഡയബറ്റിസ് നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ വരാനുള്ള സാധ്യതയും, മെനാർക്കി അതായത് ആദ്യത്തെ മാസക്കുളി നേരത്തെ വരാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള മാസക്കുറി ഉണ്ടാവാനുള്ള സാധ്യതയും, പീരിയഡ്സ് ക്രമം തെറ്റി വരുന്നു എന്നതിനുള്ള സാധ്യതയും ഉണ്ട്. ആന്തരികവും ബാഹ്യവുമായ വൈകല്യങ്ങൾ കാരണം ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD, ഉറക്കത്തിലെ പ്രശ്നങ്ങൾ, വിഷാദ രോഗം എന്നിങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിതവണ്ണം പിൽക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വീട്, സ്കൂൾ, കമ്മ്യൂണിറ്റി, പരിസ്ഥിതികൾ എന്നിവയെല്ലാം കുട്ടിയുടെ വികാസത്തിനും ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കുട്ടികളുടെ അമിതവണ്ണം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും പുതിയ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനങ്ങൾ, ഫാർമക്കോളജിക്കൽ അതായത് മരുന്നിന്റെ സഹായവും തേടാവുന്നതാണ്. വളരെ അത്യാവശ്യമായി വേണ്ടതാണ് കൗൺസിലിംഗ്. പാരന്റ്സിനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും കുട്ടികളെയും കൗൺസിൽ ചെയ്യുക. എംപ്റ്റി കാലറീസ് അതായത് ബിസ്ക്കറ്റ്, മാഗി, കെച്ചപ്പ്, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാം. അതുപോലെ മധുരപാനീയങ്ങൾ ഒഴിവാക്കാം. ഓവർ ഫീഡിങ് ചെയ്യേണ്ട. കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പ്രോത്സാഹിപ്പിക്കാം. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.